ഇതാണ് സ്പെഷ്യൽ ഇറച്ചിക്കറി. ഇത് ഒരു കുട്ടൻ ഇറച്ചിയാണ്. ഇത് നിങ്ങളുടെ മട്ടനോ ബീഫോ ഇങ്ങനെ വെക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, രണ്ടല്ല മൂന്നായാലും. അപ്പോൾ സ്പെഷ്യൽ ഇറച്ചിക്കറിയുടെ റെസിപ്പി അറിയാൻ വീഡിയോ മുഴുവൻ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10-15 ഇടുന്നു. നോക്കുന്നൊന്നുമില്ല, അതേ ഈ രീതിയിൽ തന്നെ നമ്മൾ ഇടുന്നു. എത്ര എണ്ണ ഇടുന്നു അത്ര എണ്ണ ഇടാം. നിങ്ങൾ കൂടുതൽ ചെറിയ ഉള്ളി ഇടുന്നതും ഇതിന് ടേസ്റ്റ് കൂടും. ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഇളക്കുക. അതൊന്ന് വഴണ്ട് വരാനായിട്ട് 1 സ്പൂണ് ഉപ്പ്. ഇത് പൊട്ടിത്തെറിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് വെള്ളത്തിൽ മുക്കിയിട്ടേക്കായിരുന്നു ഈ ഉള്ളി. അതുകൊണ്ട് ആ വെള്ളം കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി കഴുകി എടുത്ത് വയ്ക്കാം കേട്ടോ. ഉള്ളി ചെറുതായി ഒന്ന് മുക്കുമ്പോൾ അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് എന്നിടയ്ക്ക് 2 ഭാഗത്തിന് ശേഷം ഇട്ടുള്ളൂ. 5-6 ഇടാം. എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടുതലിടാം. കൂടുതൽ പറയട്ടെ, ഈ വറ്റൽമുളകാണ് ഇതിലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളിൽ പ്രധാനം കേട്ടോ. അതിലേക്ക് ഒരിതൾ വേപ്പ്, ഇത്രയിട്ട് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഇത്രയും സാധനം ചതച്ചത് ഇതിനകത്തേക്ക് ഇടുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതഞ്ഞിട്ട് ഇട്ട പ്രാവശ്യം ഒരു ആക്കിയാൽ മതി. അപ്പോഴേക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചതഞ്ഞ് കിട്ടും. നിങ്ങളതിന് വേണ്ടിയിട്ട് ഉരലിട്ട് ചതക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇതുപോലെ ആ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ടും വരണം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു നിറമൊക്കെ മാറി വരുന്ന സമയത്ത് തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഒരു തക്കാളി നീളത്തിൽ കഴിഞ്ഞത് ചേർക്കും. നന്നായി നനയ്ക്കാം. ഈ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. തക്കാളി നന്നായിട്ടൊന്ന് വേവ് വേണം. നന്നായി ഇളക്കിയ ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇനി തക്കാളി ഒന്നാവട്ടെ, അതിന് ശേഷം വരാം. അപ്പോൾ തക്കാളികൾ നന്നായി മൂത്ത് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തീ
മാക്സിമം കുറച്ച് വയ്ക്കുക, ഏറ്റവും കുറഞ്ഞ ഇതിലേക്ക് വയ്ക്കുക. എന്നിട്ട് ആദ്യം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, നന്നായിട്ട് നിലക്കുക. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, എടുക്കുക. ഈ പൊടികളൊന്ന് മൂത്ത് വരണം. പൊടികൾ മൂത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇറച്ചി, ഈ ഇറച്ചി നമ്മൾ വേവിച്ചേക്കുന്നത് ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി, വേപ്പില, ഇന്ന സാധനങ്ങൾ ഇടാം. വേറെ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. ഉപ്പും കുരുമുളകും വേപ്പില ഇട്ടിട്ട് നമ്മൾ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. മസാലകളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടിളക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഇറച്ചിയുടെ മുകളിൽ പിടിക്കണം. ഇത് ബീഫ് തന്നെയാണ്, പക്ഷേ കുട്ടനാണ്, അതായത് ചെറിയ ബീഫ്, പുലിക്കുട്ടൻ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലുണ്ടാവും. ഏകദേശം ഒരു എന്താ പറയുക, ഒരു മട്ടൻ്റെ ഒരു ശൈലിയിലുള്ള ഇറച്ചിയായിരിക്കും. നന്നായി ഇളക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതൊന്നും അടച്ചു വയ്ക്കാം. അതൊന്ന് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല, അവസാനമായിട്ട് പൊടികളിൽ അവസാനമായിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് കുറച്ച് എരിവുണ്ടാവും കേട്ടോ ഈ കറി മൊത്തം.
പിന്നെ ഉപ്പ് നോക്കാം. ഓക്കെയാണ്. ആവശ്യത്തിന് ഇനി എരിവുള്ളൂ. ഇത്രയുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില വിട്ടു. മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ഒന്ന് കീറിയിട്ടാൽ മതി. തീ ഓഫ് ചെയ്ത് അടച്ചു പോയി. ഇത്രയോട് അരച്ച് കയറി. ചാറ് കുറവാണ്, പക്ഷേ എന്നാലും ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെയൊപ്പം അടിപൊളിയാണ്. ചോറിന് പോകാം.